എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ ഇപ്പൊ മാസങ്ങൾക്ക് ശേഷം ഗോഹാനെ കാണിക്കുകയാണ്. അവനാണെങ്കിൽ ആ കാട്ടില് ഒറ്റയ്ക്ക് ജീവിച്ച് ഇപ്പൊ പതിയെ അവിടെ സർവൈവ് ചെയ്യാൻ പഠിച്ചിരിക്കുകയാണ്. ഗോഹാനാണെങ്കിൽ നേരം വെളുക്കുമ്പോൾ ചാടി എഴുന്നേക്കും. അവനുള്ളത് ഒരു മലയുടെ മുകളിലാണ്. സ്വന്തമായിട്ടുണ്ടാക്കിയ ഒരു ക്യാപ്പ് അത് തലയിലെടുത്ത് വെച്ച് ഇപ്പൊ താഴേക്ക് എടുത്തു ചാടും. അതിനുശേഷം മരത്തിന്റെ അടുത്തേക്ക് വന്ന് ആ മരത്തിൽ ആഞ്ഞു ചവിട്ടാണ്. അടുത്ത നിമിഷം ഒരുപാട് പഴങ്ങള് ആ താഴേക്ക് വിടാനായിട്ട് തുടങ്ങും. ഗോഹാനാണെങ്കിൽ ചാടിയും മറിഞ്ഞും അതെല്ലാം തന്നെ അവന്റെ തലയ്ക്ക് മേലെ ഉണ്ടായിരുന്ന ആ ഒരു ക്യാപ്പില് അത് ഫില്ല് ചെയ്യുകയാണ്. പിന്നീട് ഹായിയായിട്ട് അവനത് കഴിക്കാനായിട്ട് തുടങ്ങും. അടുത്ത നിമിഷം ആ പഴയ ദിനോസർ ഇത് ഗോഹാന്റെ അടുത്തേക്ക് വന്ന് വായിൽ വെള്ളമൊക്കെ ഒലിപ്പിച്ച് നിർത്തും. ഓ, നീ വീണ്ടും വന്നോ? നിനക്ക് എന്റെ കയ്യിൽ നിന്ന് കിട്ടിയതൊന്നും പോരാല്ലേ എന്ന് പറഞ്ഞ് ഗോഹാനാണെങ്കിൽ ഓടാനായിട്ട് തുടങ്ങും. അതാണെങ്കിൽ ഗോഹാന്റെ പിന്നാലെ ഓടും. ഓരോ തവണ ഗോഹാൻ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുമ്പോഴും ഗോഹാനാണെങ്കിൽ സൈഡിൽ ശബ്ദം ഉണ്ടാക്കി അതിന് വെട്ടിത്തെറിപ്പിക്കും. നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ എന്നെ പിടിക്ക്, എന്നെ തിന്നെന്നൊക്കെ പറഞ്ഞ് ഗോഹാൻ ചാടി മുൻപോട്ട് പോയി ഒരു മനയുടെ തൊട്ടടുത്തെത്തുമ്പോൾ മുകളിലേക്ക് ചാടി കയറുകയാണ്. ആ ഒരു ദിനോസറാണെങ്കിൽ മലയിൽ പോയി ഇടിച്ച് അങ്ങനെ താഴേക്ക് വീഴും. ഗോഹാനാണെങ്കിൽ ഞാൻ നിന്റെ വാല് അത് വീണ്ടും കട്ടിയാണെന്ന് പറഞ്ഞ് അതിന്റെ വാലിന്റെ ഒരു ഭാഗം അതങ്ങനെ സ്ലൈസ് ചെയ്ത് താഴേക്കിടും. അതിനുശേഷം അതെടുത്ത് അങ്ങനെ ചുട്ട് തിന്നാനായിട്ട് തുടങ്ങുകയാണ്. ഇവിടെ ദിനോസറിനാണെങ്കിൽ കിളി പോയി വീണ് കിടക്കും. അപ്പോൾ ക്യാമറ അങ്ങനെ സൂം ഔട്ട് ചെയ്ത് കാണിക്കും നമ്മുടെ മോൺസ്റ്റർ പിക്കലോ. അവനാണെങ്കിൽ ഇപ്പൊ ഗോഹാന്റെ ആ ഒരു ഡെവലപ്മെന്റിൽ ഭയങ്കരമായിട്ട് ഹാപ്പി ആവുകയാണ്. വാവ്, ഞാൻ കരുതിയതിന് കഴിഞ്ഞു അവനിപ്പോ ഇംപ്രൂവ്ഡ് ആയിരിക്കുകയാണ്. കട്ട് ചെയ്ത ഇവിടെ ഗോകുവിനെ കാണിക്കും. അവനും മാസങ്ങളായിട്ട് ആ ഒരു പാമ്പ് പാതയിലൂടെ ഓടിക്കൊണ്ടേയിരിക്കുവാണ്. ഇതുവരെ അദ്ദേഹത്തെ കണ്ടെത്താൻ അവന് കഴിയിട്ടില്ല. ഓ നോ, ശരിക്കും ടയർഡായി. മാത്രമല്ല എനിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ട്. അദ്ദേഹത്തെ എപ്പോഴായിരിക്കും കാണാൻ കഴിയുക? ഈ റോഡ് പാത അതിന് ഒരു അവസാനമില്ലേ? അങ്ങനെ ക്യാമറ സൂം ഔട്ട് ചെയ്ത ഇപ്പൊ ആ ടെമ്പിൾ കാണിക്കും. നമ്മുടെ ആൾക്കാരെല്ലാവരും ആ ടെമ്പിളിലേക്ക് എത്തിയിരിക്കുകയാണ്. മാർഷൽ ആർട്സ് മാൻ, കുഞ്ഞു പയ്യൻ, മൊട്ടപ്പൻ, ഹാൻസം ബോയ്, അങ്ങനെ എല്ലാവരും ഇപ്പൊ കാമയുടെയും ബ്ലാക്ക് മാന്റെ അടുത്തേക്ക് എത്തിക്കഴിഞ്ഞു. അവരുടെ നിർദ്ദേശപ്രകാരം ഇപ്പൊ നമ്മുടെ ആൾക്കാരെല്ലാവരും പരസ്പരം ഫൈറ്റ് ചെയ്ത് ട്രെയിനിങ് അത് സ്റ്റാർട്ട് ചെയ്യുകയാണ്. മറ്റൊരു ഭാഗത്ത് പിക്കലോ അവനാണെങ്കിൽ ഗോഹാന്റെ അടുത്തേക്ക് കടന്നു വരും. നീ 6 മാസം സർവൈവ് ചെയ്തത് സത്യത്തിൽ എനിക്ക് വിശ്വസിക്കാനായിട്ട് കഴിയുന്നില്ല. ഞാൻ നിന്നെക്കൂടെ സർവൈവ് ചെയ്യാൻ കഴിയുമെന്ന് കരുതിയതല്ല, പക്ഷെ നീ അത് കംപ്ലീറ്റ് ചെയ്തു. ഇതുവരെ പൂർണ്ണമായിട്ടും സ്ട്രോങ് ആയിട്ടില്ല. നിന്റെ ഡിഫൻസീവ് പവറും അറ്റാക്കിംഗ് സ്റ്റൈലും അതെല്ലാം തന്നെ ഒരുപാട് ഇംപ്രൂവ് ആവാൻ ബാക്കിയുണ്ടെന്ന് പറയും. അത് കേട്ട് ഗോഹാനാണെങ്കിൽ ചാടി വന്ന് ആൾ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കും. ആണെങ്കിൽ സെക്കൻഡുകൾ കൊണ്ട് അവനെ അടിച്ചു തെറിപ്പിച്ച് ദൂരേക്ക് ഇടുകയാണ്. ഗോഹാനാണെങ്കിൽ വേദനയോടുകൂടെ എഴുന്നേറ്റ് വരും. നിങ്ങൾ ഇത്ര സ്പീഡിൽ വന്നാൽ എനിക്കെങ്ങനെ നിങ്ങൾ അറ്റാക്ക് ചെയ്യാൻ കഴിയും? അതിന് ആണെങ്കിൽ അവന്റെ പവർ ഉപയോഗിച്ച് ഇപ്പൊ ഗോഹാനെ അങ്ങനെ തകർത്ത് താഴേക്ക് ഇടുകയാണ്. നിന്റെ പവറും സ്ട്രെങ്ത്തും എല്ലാം തന്നെ ഇൻക്രീസ് ചെയ്യണം, അതല്ല എങ്കിൽ നീ വെറും വേസ്റ്റ് ആയിരിക്കും എന്ന് പറയും. അതേസമയം ഇവിടെ ഗോകു അവനാണെങ്കിൽ ദിവസങ്ങൾ കഴിഞ്ഞ് ആഴ്ചകൾ കഴിഞ്ഞ് മാസങ്ങളോളമായി ഇട്ടിപ്പ ആ ഒരു വഴിയിലൂടെ യാത്ര ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അവനാണെങ്കിൽ ദൂരത്തായിട്ട് അതിന്റെ ടെയില് അത് കാണും. അത് കണ്ട സന്തോഷത്തിൽ ഗോകു ആണെങ്കിൽ തുള്ളിച്ചാടി ഹാപ്പി ആയിട്ട് അതിന്റെ ടെയിൽ ഭാഗത്തേക്ക് വന്ന് തൂങ്ങിക്കിടക്കും. എന്റെ വാൽ ഭാഗത്ത് പ്രത്യേകിച്ചൊന്നും കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് അവൻ ചുറ്റും നോക്കും. അപ്പൊ ദൂരത്തായിട്ട് ചെറിയൊരു കോളം. യാഹൂ, ഇത് തന്നെയാണ് കിങ് കയോമിന്റെ ആ ഒരു ഹെവൻ എന്ന് പറഞ്ഞ് ഗോകു ആണെങ്കിൽ എടുത്തു ചാടി അവിടേക്ക് പോകും. ഗോകു ആണെങ്കിൽ ഒന്ന് സൂം ചെയ്ത് നോക്കും. അവിടെ വീടുകളും മരങ്ങളും ഒരു കാറും ഒക്കെ ഗോകു കാണും. യെസ്, കിങ് കാവുന്റെ വീട് അത് തന്നെയാണെന്ന് പറഞ്ഞ് ഗോകു ആണെങ്കിൽ അവിടേക്ക് എടുത്തു ചാടും. ഗോകു ആണെങ്കിൽ അവിടെ വന്ന് അടിച്ചങ്ങനെ വീഴുകയാണ്. അവനാണെങ്കിൽ എഴുന്നേക്കാൻ ശ്രമിക്കും, പക്ഷെ അവനെ കൊണ്ടാവില്ല. ഒരുപാട് എഫേർട്ടൊക്കെ ഇട്ട് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഗോകു എഴുന്നേക്കുകയാണ്. ഞാൻ ഇവിടം വരെ എത്തിയിട്ട് കിങ് കായുടെ വീട്ടിലേക്ക് കൊണ്ടുപോകാനായിട്ട് സാധിച്ചിട്ടില്ല എങ്കിൽ അത് തീർത്തും വലിയൊരു അപമാനം തന്നെയാണ്. സോ എന്ത് വില കൊടുത്തും ഞാൻ അവിടേക്ക് പോകുന്നു പറഞ്ഞ് ഗോകു ആണെങ്കിൽ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ആളുടെ വീട് ലക്ഷ്യമാക്കി പതിയെ നടക്കും. അതിനിടയിൽ വിശന്നു വലഞ്ഞ ഗോകു ആണെങ്കിൽ ധാരാളം പഴങ്ങളുള്ള ഒരു മരം കാണും. അവനാണെങ്കിൽ അതിന്റെ മുകളിലേക്ക് കയറി അത് പറിക്കാനായിട്ട് ശ്രമിക്കും. പക്ഷെ അല്പദൂരം മുകളിലേക്ക് കയറുമ്പോൾ തന്നെ കൺട്രോൾ പോയി അവൻ താഴേക്ക് വീഴുകയാണ്. ഗോകു ആണെങ്കിൽ കണ്ണു തുറന്നു നോക്കും. അവന്റെ തൊട്ടു പുറകിലായിട്ട് ഒരു കുരങ്ങൻ. ഓ നോ, ഒരുപക്ഷെ ഇതായിരിക്കും കിങ് കായ്. ഗോകു ആണെങ്കിൽ ചാടി എഴുന്നേക്കും. ഹായ് കിങ് കായ്, എന്റെ പേര് ഗോകു. ഞാൻ നിങ്ങളെ കാണാനും നിങ്ങളുടെ കയ്യിൽ നിന്ന് മാർഷൽ ആർട്സ് ട്രെയിനിങ് എടുക്കാനുമാണ് ഇവിടം വരെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി വന്നത്. നിങ്ങൾക്ക് വിരോധമില്ലെങ്കിൽ എനിക്ക് ട്രെയിനിങ് തന്നൂടെ? അതിന് കൊരങ്ങനാണെങ്കിൽ എന്തൊക്കെയോ ആക്ഷനൊക്കെ കാണിച്ച് മുൻപോട്ടേക്ക് പോകും. ഗോകു ആണെങ്കിൽ അത് ഫോളോ ചെയ്ത് ഞാനും ഇതുപോലെ തന്നെ ചെയ്യാം. ഒരുപക്ഷെ ഇത് കിങ് കായുടെ പവർഫുൾ മാർഷൽ ആർട്സ് ടെക്നിക്ക് ആയിരിക്കും എന്ന് പറഞ്ഞ് ഗോകുവും അവൻ കാണിക്കുന്നത് പോലെ കോക്കുറി കാണിക്കാനായിട്ട് തുടങ്ങും. അടുത്ത നിമിഷം ഒരാളാണെങ്കിൽ ഇപ്പൊ ഗോകുവിന്റെ അടുത്തേക്ക് വരും. അതിനുശേഷം ഗോകുവിനോട് ചോദിക്കും, നിങ്ങളോടൊപ്പം ഞാനും കൂടട്ടെ? ഞാനും ഇതുപോലെ തന്നെ ചെയ്യാം. ഗോകു ആണെങ്കിൽ വണ്ടടിച്ച് നിങ്ങൾ ആരാണെന്ന് ചോദിക്കും. അതില് ആണെങ്കിൽ ഗോകുവിനെ നോക്കി ചിരിച്ച് നീ അന്വേഷിച്ചു വന്ന കിങ് കായ് അത് ഞാനാണെന്ന് പറയും. അത് കേട്ട് നമ്മുടെ ഗോകു അവൻ ഞെട്ടും. കായ് ആണെങ്കിൽ ഇപ്പൊ ഗോകുവിനോട് പറയും, ഞാൻ
സകലകലാ വല്ലഭനാണ്, എനിക്ക് ഭയങ്കരമായിട്ട് കോമഡിയൊക്കെ അടിക്കാൻ അറിയാമെന്ന് പറഞ്ഞ് ഒരു സാമ്പിൾ കോമഡി കാണിക്കും. എന്നിട്ട് കിങ് കായ് തന്നെ പൊട്ടിച്ചിരിക്കുകയാണ്. ഗോകുവിനാണെങ്കിൽ അത് കണ്ട് ചത്താ മതിയെന്നാവും. ഉടനെ കിങ് കായ് ആണെങ്കിൽ ഗോകുവിനോട് ചോദിക്കും, സത്യത്തിൽ നീ എന്തിനാ ഇവിടേക്ക് വന്ന്? അതിന് ഗോകു പറയും, ലോകത്തിൽ വെച്ച് നിങ്ങളാണ് ഏറ്റവും വലിയ മാർഷൽ ആർട്സ് മാസ്റ്റർ എന്ന് ഞാൻ അറിയാനിടയായി. സോ എനിക്ക് നിങ്ങളുടെ അണ്ടറിൽ നിന്ന് ട്രെയിനിങ് ആവശ്യമാണ്. അത് കേട്ട ആളാണെങ്കിൽ ഷോക്ക് ആവുകയാണ്. ഓ നോ, ട്രെയിനിങ്ങോ? കട്ട് ചെയ്ത് ഇവിടെ മോൺസ്റ്റർ പിക്കലോ. അവനാണെങ്കിൽ ഗോഹാനെ അറഞ്ചം പുറഞ്ചം പഞ്ച് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. ഗോഹാനാണെങ്കിൽ അവന്റെ പഞ്ചിൽ നിന്നെല്ലാം രക്ഷപ്പെട്ട് ഓരോ ഭാഗത്തേക്ക് ചാടിയും തുള്ളിയും പോയിക്കൊണ്ടേയിരിക്കും. അതിനുശേഷം അവൻ ദൂരത്തേക്ക് പോയി തെറിച്ചു വീഴുകയാണ്. മോൺസ്റ്റർ ആണെങ്കിൽ ഗോഹാനോട് പറയും, നീ എഴുന്നേറ്റ് വാ, എനിക്ക് കളയാനായിട്ടില്ല. എത്രയും വേഗം ഈ ഒരു ട്രെയിനിങ്ങും പ്രാക്ടീസും കംപ്ലീറ്റ് ചെയ്യണം, എങ്കിൽ മാത്രമേ അടുത്ത എന്റെ മിഷൻ അതെനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റൂ. ഇവിടെ ഗോഹാനാണെങ്കിൽ എഴുന്നേറ്റ് വരാൻ പോലും കഴിയുന്നില്ല. അതേസമയം ഇവിടെ കിങ് കായ് ആണെങ്കിൽ ഗോകുവിനോട് പറയും, ഓ നിനക്ക് എൻ്റെ അണ്ടറിൽ നിന്ന് ട്രെയിനിങ് വേണമല്ലേ? ഓക്കെ, നിനക്ക് അത്ര ആഗ്രഹമാണെങ്കിൽ ഒരു കൈ നോക്കാം. പക്ഷെ അതിനു മുൻപ് എൻ്റെ ഒരു ചെറിയ ടെസ്റ്റ് ഉണ്ട്, അത് നീ പാസ്സാവണം. എന്നെ എങ്ങനെയെങ്കിലും നീ ചിരിപ്പിക്കണം. ഗോകു ആണെങ്കിൽ അത് കേട്ട് തലയ്ക്ക് കൈ കൊടുക്കും. ഓ നോ, എന്നെ കൊണ്ട് പറ്റില്ല ഇങ്ങനെയുള്ള ചീപ്പായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട്. ഓൾറെഡി ഞാൻ വളരെ സീരിയസ് പേഴ്സൺ ആണ്. അതുകൊണ്ട് തന്നെ ഞാൻ പോലും ചിരിച്ചിട്ട് ഒരുപാട് കാലമായി. പക്ഷെ കുഴപ്പമില്ല, ഞാൻ എന്തെങ്കിലും ചെയ്യാൻ ശ്രമിക്കാമെന്ന് പറയും. കിങ് കായ് ആണെങ്കിൽ തീർത്തു പറയും, നീ എന്നെ ചിരിപ്പിച്ചിട്ടില്ല എങ്കിൽ വന്ന വഴി ഇപ്പൊ തന്നെ നീ തിരികെ പോക്കോ. നിനക്ക് ട്രെയിനിങ്ങും ഇല്ല, ഒന്നുമില്ല. വേറെ വഴിയില്ലാതെ ഗോകു ആണെങ്കിൽ എന്തൊക്കെയോ ചില ചളികൾ പറഞ്ഞ് വെറുപ്പിക്കുകയാണ്. അത് കേൾക്കേണ്ട താമസം കിങ് കായ് ആണെങ്കിൽ കിടന്നും ഇരുന്നും കമിഴ്ന്നും ഒക്കെ ചിരിക്കാനായിട്ട് തുടങ്ങും. ഗോകു ആണെങ്കിൽ വലിയ എന്തോ റോക്കറ്റ് വിട്ട സന്തോഷത്തിൽ തുള്ളിച്ചാടും. യാഹൂ, ഒടുവിൽ നിങ്ങൾ ചിരിച്ചു. സോ നിങ്ങൾ ഇപ്പം മുതൽ എനിക്ക് ട്രെയിനിങ് തരണം. അതിന് കിങ് കായ് ആണെങ്കിൽ ചിരിയൊക്കെ കൺട്രോൾ ചെയ്ത്, നിന്റെ കോമഡി അതെനിക്ക് ഒരുപാട് ഇഷ്ടമായി. നിനക്ക് കോമഡി അറിയില്ല എന്ന് പറഞ്ഞപ്പോൾ നിനക്ക് ഇത്രയും നന്നായിട്ട് കോമഡി പറയാൻ പറ്റുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചതല്ല. ഇനി ഞാൻ നിന്നോടൊരു കോമഡി പറയാമെന്ന് പറഞ്ഞ് കിങ് കായ് ആണെങ്കിൽ ഇപ്പൊ അവനോട് കോമഡി പറയാൻ തുടങ്ങും. ഗോകു ആണെങ്കിൽ ആരോട് പറയും, എനിക്ക് നിങ്ങളുടെ തമാശയൊന്നും ഇപ്പൊ കേൾക്കാൻ താല്പര്യമില്ല, എനിക്ക് എത്രയും വേഗം ട്രെയിനിങ് എടുക്കണം. അതിന് ആള് പറയും, ഓക്കെ, എന്നാൽ ഞാൻ ചെയ്യുന്നത് പോലെ ചെയ്യാൻ പറ്റുമെന്ന് നീ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. അതിന് ഗോകു പറയും, എന്നെ കൊണ്ട് പറ്റുന്നില്ല. ആക്ച്വലി ഇവിടെ വന്നത് മുതൽ എനിക്ക് മര്യാദയ്ക്ക് നിൽക്കാൻ പോലും പറ്റുന്നില്ല. അതിനാള് പറയും, നീ വന്നത് ഭൂമിയിൽ നിന്നല്ലേ, ഇവിടെ ഭൂമിയെ അപേക്ഷിച്ച് ഗ്രാവിറ്റി ഒരുപാട് കൂടുതലാണ്. നീ ഇവിടെ ഇതിൽ ബാലൻസ് ചെയ്ത് പിടിച്ചു നിൽക്കുന്നത് തന്നെ വലിയ കാര്യമാണ്. പക്ഷെ കുഴപ്പമില്ല, നീ ട്രൈ ചെയ്യ്, നിന്നെ കൊണ്ട് ചിലപ്പോൾ പറ്റിയേക്കാം. കിങ് ആണെങ്കിൽ വീണ്ടും ഗോകുവിനോട് ഇപ്പോൾ ഉയരത്തിൽ ചാടാനായിട്ട് പറയും. അവനാണെങ്കിൽ കഷ്ടപ്പെട്ട് അല്പം ഉയരത്തിലേക്ക് എടുത്ത് ചാടും. ഗോകു പറയും, താഴെ വീണ് കഴിഞ്ഞാൽ എനിക്ക് എഴുന്നേക്കാൻ ഒരുപാട് പ്രയാസമാണ്. അതുകൊണ്ട് ആൾ ഞെട്ടും. ഓ നോ, 10 മടങ്ങ് ഗ്രാവിറ്റി ഇവിടെ അധികമായിട്ട് പോലും അവൻ ഇത്രയും ഉയരത്തിൽ ചാടി. സോ അതിനർത്ഥം അവൻ്റെ ഉള്ളിൽ എന്തോ പവർ ഉണ്ട്. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത് ഇവിടെ നമ്മുടെ ആൾക്കാർ കാണിക്കും. അവരാണെങ്കിൽ പൊരിഞ്ഞ പ്രാക്ടീസിലാണ്. പക്ഷേ നമ്മുടെ ഉണ്ടപ്പൻ അവൻ ഒരു തെങ്ങിന്റെ ചോട്ടിലിരുന്ന് ഹായിയായിട്ട് സ്നാക്സ് കഴിക്കും. മൊട്ടപ്പനാണെങ്കിൽ കറങ്ങി വന്ന് ആ തെങ്ങിനെ കിക്ക് ചെയ്യും. അടുത്ത നിമിഷം ഒരു തേങ്ങ അത് അവന്റെ തലയിൽ വീഴുവാണ്. കുഞ്ഞിപ്പയ്യനാണെങ്കിൽ ഓടി വന്ന് ആ തെങ്ങുകളെല്ലാം തകർത്തിടും. അതിലൊരു തെങ്ങാണെങ്കിൽ ഇപ്പൊ ഉണ്ടപ്പന്റെ തലയിലേക്ക് വീഴും. പക്ഷെ അപ്പോഴും അവന് യാതൊരു കൂസലുമില്ല. അങ്ങനെ അവരാണെങ്കിൽ അവരുടെ ട്രെയിനിങ് വേറെ ലെവലിലേക്ക് കൊണ്ടുപോകും. ഇവിടെ ഗോകു ആണെങ്കിൽ നടന്ന കാര്യങ്ങളെല്ലാം അദ്ദേഹത്തോട് പറയാണ്. ആ സയൻസ് അവർ ഭൂമിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഭൂമി അവർ നശിപ്പിക്കും. അതിനുള്ളിൽ എനിക്ക് മോർ പവർഫുൾ ആയി അവരെ ഇല്ലാതാക്കണം. അതിനുവേണ്ടിയാണ് ഞാൻ ഇവിടേക്ക് വന്നത്. അത് കേട്ട ആളാണെങ്കിൽ ആ സയൻസിനെ കുറിച്ച് ചെക്ക് ചെയ്യാനായിട്ട് ആരംഭിക്കും. ആള് പറയും, 158 ദിവസത്തിനുള്ളിൽ അവർ ഭൂമിയിലേക്ക് എത്തും. ഇത്രയും ദിവസങ്ങൾ മാത്രമാണ് നിനക്ക് ബാക്കിയുള്ളത്. ഈ യൂണിവേഴ്സിൽ തന്നെ ഏറ്റവും മികച്ച 2 പോരാളികളാണ് സയൻസ്. അവരെ തോൽപ്പിക്കണമെങ്കിൽ നീ അതിശക്തനായിട്ട് മാറണം. പക്ഷേ 158 ദിവസം ഒരു ചെറിയ കാലയളവല്ല. 1 വർഷത്തോളം നിന്റെ മുൻപിലുണ്ട്. അതിനുള്ളിൽ നിനക്കത് ചെയ്തു തീർക്കാൻ കഴിയുമെന്നാണ് എനിക്ക് തോന്നുന്നത്. നീ ഇവിടുന്ന് പോകുന്നതിന് മുൻപ് നിന്റെ പവർ കാണിച്ചെന്നെ ഇംപ്രസ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിനക്ക് അവരെ തോൽപ്പിക്കാനായിട്ട് പറ്റും. ആദ്യമായിട്ട് നിനക്ക് ഞാൻ തരാൻ പോകുന്ന ട്രെയിനിങ് അത് എൻ്റെ ഈ പെറ്റ് കുരങ്ങനെ അവനെ പിടിക്കുക എന്നതാണ്. ഭയങ്കര സ്പീഡാണ്. അവനെ പിടിക്കുകയാണെങ്കിൽ അടുത്ത ട്രെയിനിങ് ഞാൻ നിനക്ക് തരാം. അതിന് ഗോകു ആണെങ്കിൽ ഓക്കെ പറഞ്ഞ് അവന്റെ പിന്നാലെ ഓടും. കുരങ്ങനാണെങ്കിൽ നല്ല സ്പീഡിൽ മുൻപോട്ടേക്ക് ഓടും. സോ അവന്റെ അടുത്തേക്ക് പോലും എത്താൻ കഴിയാതെ ഗോകു ആണെങ്കിൽ ഇപ്പൊ അവന്റെ കനമുള്ള ആ ഡ്രസ്സും ഷൂവും ബാൻഡും അതെല്ലാം തന്നെ അഴിച്ചിട്ട് അവന്റെ പിന്നാലെ അല്പം കൂടെ സ്പീഡിൽ ഓടും. അങ്ങനെ അവിടെ വെച്ച് ഈ ഒരു എപ്പിസോഡും അവസാനിക്കും.